ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ ഒരു കൺഫ്യൂഷൻ. 2025 വോട്ടർ പട്ടിക എല്ലാ വില്ലേജ് ഓഫീസുകളിലും എത്തിച്ചിട്ടുണ്ട്. അത് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അത് BLOമാർക്ക് ആദ്യം കൈമാറണം. അതാണ് അതിന്റെ ഫസ്റ്റ് പ്രോസസ്. അത് കഴിഞ്ഞതിന് ശേഷം 2025 വോട്ടർ പട്ടിക പരിശോധിച്ച് അതിൽ 35 വയസ്സിന് താഴെയുള്ളവരെ നമ്മൾ മാർക്ക് ചെയ്യണം. അത് ആ BLOമാരെ കൊണ്ട് ചെയ്യിക്കണം. 35 വയസ്സിന് താഴെയുള്ളവരെ നമ്മൾ അതിൽ മാർക്ക് ചെയ്ത് ഒഴിവാക്കണം. അത് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ഐഡിയ മനസ്സിലാവും. അതായത് 35 വയസ്സിന് താഴെയുള്ളവരെ മാർക്ക് ചെയ്യുമ്പോൾ അവരെന്തായാലും 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. അവർക്ക് അന്ന് 18 വയസ്സ് പ്രായപൂർത്തിയാവാത്തതിനാൽ അവർ വോട്ടർ പട്ടികയിൽ ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. അപ്പൊ അവരെ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാം. പിന്നെ ബാലൻസ് ഉള്ളവരെ ആണ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അതിന് ടെക്നിക്കൽ ടീമിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാകുകയുള്ളൂ. അപ്പൊ ടെക്നിക്കൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അതായത് അടുത്ത ദിവസം മീറ്റിംഗ് വിളിക്കുമ്പോൾ BLOമാര് വില്ലേജ് ഓഫീസിൽ വരും. അപ്പൊ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ പുതിയ BLOമാരാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ കേസ്, ഒരു സൂപ്പർവൈസറിന് ഒരു 10 BLOമാര് എന്ന നിലയിലാണ് ഇപ്പം പുതിയ സംവിധാന പ്രകാരം SIR വേണ്ടി തന്നെയാണ് അത് നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ 10 BLOമാരും നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ BLOമാർ ഇല്ല എങ്കിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ഒരിക്കലും BLO സൂപ്പർവൈസറിൽ നിന്ന് ഇത്രയും 800 പേരോ അല്ലെങ്കിൽ 1000 പേരെയോ കണ്ടുപിടിക്കുകയോ നോട്ട് ചെയ്യുക എടുക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ BLO സൂപ്പർവൈസർ ഉള്ള അത് ഉറപ്പാക്കണം. 100% അവർ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. BLOമാരെ ലിസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരെ പുതിയ ലിസ്റ്റാണ്, പഴയത് ഒരുപാട് പേര് മാറിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തേക്കണം. അവരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതൊന്ന് അപ്ഡേറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം ആയതുകൊണ്ട് ഇപ്പം രാഷ്ട്രീയപരമായിട്ടും വളരെ ഇതായിട്ട് നടക്കുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. അത് സൂപ്പർവൈസർമാരെ കൂടെ അറിയിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ടെക്നിക്കൽ അസിസ്റ്റന്റ് പറഞ്ഞു തരുന്നതാണെന്ന് ശ്രദ്ധിച്ച് കേട്ടോളാം. കാരണം ഇല്ലെങ്കിൽ അടുത്ത ദിവസം അവര് സംശയം ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവര് ക്ലാസ്